ഇപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് ഗ്രീൻ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി മെൻസ്ട്രേഷനെ കുറിച്ച്. ഒരു പുതിയ കാര്യമല്ല. സോ പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇതിനെക്കുറിച്ച് അറിവ് തരാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. സോ ടുഡേ വാട്ട് ഈസ് ഗ്രീൻ മെൻസ്ട്രേഷൻ അഥവാ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ സ്മിത പ്രതീഷ്. എന്താണ് മെൻസ്ട്രൽ കപ്പ്? മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ മൈ കപ്പ് അല്ലെങ്കിൽ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറേ മെൻസ്ട്രൽ കപ്പിന് വളരെയധികം ഹൈപ്പ് അല്ലെങ്കിൽ വളരെയധികം അതിൻ്റെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ടൈമാണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്തുകൊണ്ടും സാനിറ്ററി പാഡ് അല്ലെങ്കിൽ ടാംപൂൺസിനേക്കാൾ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെഡിക്കലി ഗ്രേഡഡ് സിലിക്കോൺ. അപ്പോൾ ഇതൊരു ഇനേർട്ട് മെറ്റീരിയലാണ്. അപ്പോൾ പാഡിൽ അടങ്ങിയിരിക്കുന്ന സാനിറ്ററി നാപ്കിൻസിൽ ചില കെമിക്കൽസ് ഉണ്ട്, ഫ്യൂരാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് ബോഡി ടിഷ്യൂ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് റാഷസ് അതുപോലെ ലോങ് ടേം യൂസിൽ ഇറ്റ് ക്യാൻ ഈവൻ ബിക്കം കാർസിനോജനിക്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ഒരു ഇനേർട്ട് മെറ്റീരിയലാണ്, ബോഡി ആയിട്ട് ഒരു റിയാക്ഷനും വരണില്ല. അപ്പോൾ ഭയങ്കര സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം മെൻസ്ട്രൽ കപ്പ്? മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ ISO മാർക്ക് അല്ലെങ്കിൽ അത് ഗ്രേഡഡ് മെഡിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ, അതുപോലെ BPM സർട്ടിഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മേടിക്കുന്ന ടൈമിൽ. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒക്കെ കിട്ടും, കംഫർട്ടബിളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് എങ്ങനെ, ഇതിന് 3 സൈസുകളിലാണ് ഇത് അവൈലബിൾ: സ്മോൾ, മീഡിയം, അതുപോലെ തന്നെ ലാർജ് സൈസിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാന്നുള്ളത്, സ്മോൾ സൈസ് യൂഷ്വലി ഉപയോഗിക്കുന്നത് 18 ഇയേഴ്സ് എബോവ് ഉള്ള പെൺകുട്ടികൾ, സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത കുട്ടികളിലാണ് സ്മോൾ സൈസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മീഡിയം സൈസ് സെക്ഷലി ആക്റ്റീവായിട്ട് മാരേജ് കഴിഞ്ഞവരിലോ അല്ലാത്തവരിലോ സെക്ഷലി ആക്റ്റീവായിട്ടുള്ളത്, പക്ഷേ ചൈൽഡ് ബർത്ത് പ്രസവിക്കാത്ത സ്ത്രീകളിലാണ് മീഡിയം സൈസ് യൂഷ്വലി ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ലാർജ് സൈസ് വരുന്നത് ആഫ്റ്റർ ഡെലിവറി ഉള്ള സ്ത്രീകളിലാണ് ലാർജ് സൈസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഈ മെൻസ്ട്രൽ കപ്പിൽ ഓൾമോസ്റ്റ് ഒരു 25 to 30 ml ബ്ലഡ് വരെ അതിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ കപ്പ് നമുക്ക് ഒരു 12 hours വരെ ചേഞ്ച് ചെയ്യാണ്ട് വയ്ക്കാം. ഒരു 6 to 8 hours കഴിയുമ്പോൾ വേണമെന്നുവെച്ചാൽ റീചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ 12 hours വരെ ചേഞ്ച് ചെയ്യാണ്ട് വയ്ക്കാം എന്നുള്ളതാണ്. ആൻഡ് അനദർ തിങ് ഈസ്, ഇത് എയറായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല തീരെ. അപ്പോൾ ഓർഗാനിസംസ് വളരാനോ അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നമ്മൾ പിന്നെയുള്ള കാര്യം, ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്. അതാണ് ഗ്രീൻ മെൻസ്ട്രേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇത് വളരെയധികം എക്കോ ഫ്രണ്ട്ലിയാണ്. ഒരു സ്ത്രീക്ക് ഒരു പീരിയഡ്, മെനാർക്കി തൊട്ട് പീരിയഡ് നിൽക്കണ ആ ഒരു ടൈം വരെ അറ്റ്ലീസ്റ്റ് ഒരു 400 to 500 സൈക്കിൾസ് എങ്കിലും പീരിയഡ്സ് വരും. അപ്പോൾ അവർക്കൊരു 5000 തൊട്ട് 7000 പാഡ് വരെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഒരു പെൺകുട്ടിയുടെ ആ ഒരു മെനാർക്കി തൊട്ട് പീരിയഡ് നിൽക്കുന്ന ആ കാലയളവ് വരെ. അപ്പോൾ ഇത് സാനിറ്ററി നാപ്കിൻസ് ഒട്ടും തന്നെ ബയോഡീഗ്രേഡബിൾ അല്ല. അപ്പോൾ ഒരു 500 വർഷത്തിന് മേലെ കഴിഞ്ഞാലും അത് മുഴുവനായിട്ട് ഡീകമ്പോസ് ആകുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടും എക്കോ ഫ്രണ്ട്ലിയാണ് മെൻസ്ട്രൽ കപ്പ്. പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയുമാണ് മെൻസ്ട്രൽ കപ്പ്. പോക്കറ്റ് ഫ്രണ്ട്ലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 12 years വരെ അത് ഉപയോഗിക്കാം വിത്ത് സിംഗിൾ മെൻസ്ട്രൽ കപ്പ്. അതിനങ്ങനെ പെട്ടെന്നൊരു ഡാമേജ് വരില്ല.
പിന്നെ ഉള്ളത് നെക്സ്റ്റ് എപ്പോൾ ചേഞ്ച് ചെയ്യാം ഈ മെൻസ്ട്രൽ കപ്പ് എന്നുള്ളതാണ്. മെൻസ്ട്രൽ കപ്പ് നമുക്കൊരു 10 to 12 ഇയേഴ്സ് വരെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അതിൽ പൊട്ടലോ അങ്ങനെ തോന്നുകയാണ്, ഇൻസേർട്ട് ചെയ്യണ ടൈമിൽ പ്രോപ്പറായിട്ടൊരു സക്ഷൻ, ഒരു പ്രഷർ പോലെ തോന്നണില്ല എങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു ഇൻസേർട്ട് മെൻസ്ട്രൽ കപ്പ്. സോ 3 തരം ആണ് കോമൺ ആയിട്ടുള്ള ടെക്നിക്ക് വരുന്നത്. ഒന്ന് സി ഷേപ്ഡ് അല്ലെങ്കിൽ യു ഷേപ്ഡ് ഇൻസേർഷൻ, പിന്നെയുള്ളത് 7 ഫോൾഡ് ഇൻസേർഷൻ, പിന്നെയുള്ളത് ടുലിപ്പ് ഓർ പഞ്ച് ഡൗൺ ഇൻസേർഷൻ ടെക്നിക്സ് ആണ്. ഇതാണ് 3 തരം ഇൻസേർഷൻ ടെക്നിക്സ് വരുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഫോൾഡ് ചെയ്ത് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് ഫോൾഡ് ചെയ്ത് വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ് ലേബിയ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വെജൈനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കംഫർട്ടബിളായിട്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പഞ്ച് ഡൗൺ ചെയ്തത് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തത് റിലീസ് ചെയ്യേണ്ടത്. മുഴുവനായിട്ട് വെജൈനയുടെ ഉള്ളിലേക്ക് കയറിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളത് റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ ഓപ്പൺ അപ്പ് ആവുമ്പോൾ യു ക്യാൻ ഫീൽ എ പ്രഷർ ഓർ എ സക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു പോപ്പിംഗ് ഫീലിംഗ് തോന്നാം അത് ഇൻ പ്ലേസ് ഇരിക്കുമ്പോൾ. പിന്നെ അത് കൂടുതലായിട്ട് തള്ളി പുറത്തേക്ക് നിൽക്കേണ്ടതെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് പ്രഷർ ഉപയോഗിച്ച് മേലേക്ക് അല്പം ഒന്ന് കയറ്റി കൊടുക്കാം. പിന്നെ വേറെ ഉള്ള ഒരു കാര്യം, അത് കൂടുതലായിട്ട് മേലേക്ക് തള്ളി കയറ്റേണ്ട കാര്യമില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ താഴെ ഒരു ലോവർ വെജൈനയിൽ ഇരിക്കേണ്ട ഒരു സംഭവമാണത്. പിന്നെ ചിലവർക്കുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇത് ഉള്ളിലേക്ക് കയറി പോവോ, അങ്ങനെ ഒരു ടെൻഷൻ്റെയും കാര്യമില്ല. ബിക്കോസ് വെജൈന എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കനാലാണ്. ആകെ ഈ സെർവിക്സ് യൂട്രസിൻ്റെ മുഖഭാഗം മാത്രം ആണ് വെജൈനയിൽ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ആണ് ബ്ലഡ്, പീരിയഡ്സിൻ്റെ മെൻസ്ട്രൽ ബ്ലഡ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ കപ്പിൽ സ്റ്റോർ ആകുന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു, ഒരു പോപ്പ് അല്ലെങ്കിൽ ഒരു പ്രഷർ സെൻസേഷൻ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് പൊസിഷനിലാണെന്ന് അറിയാം. അല്ല എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് തോന്നുകയാണ്, പൊസിഷനിലല്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് സ്ലൈറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് പൊസിഷനിലേക്ക് വീഴും. പിന്നെ ഉള്ളത്, ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പീരിയഡിൻ്റെ ഫ്ലോ കുറവുള്ള ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പെയിൻ ഉണ്ടാകുമോ, അതുപോലെ ഇൻസേർട്ട് ചെയ്യുമ്പോഴായാലും കൂടുതലായിട്ട് പെയിൻ ഉണ്ടാകുമോ എന്നാണ് ഫസ്റ്റ് ടൈം യൂസേഴ്സിനുള്ള ഭയങ്കര ഒരു ടെൻഷനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, ഐദർ സ്ക്വാട്ടിങ് പൊസിഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നല്ലൊരു ഡീപ്പ് ബ്രെത്ത് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാല് യൂറോപ്യൻ ക്ലോസറ്റിൽ കയറ്റി വെച്ച് റിലാക്സ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് പോലെ 3 തരം ഫോൾഡിങ്, ഐദർ സി ഓർ യു ഷേപ്പ് ഫോൾഡിങ്, അല്ലെങ്കിൽ പഞ്ച് ഡൗൺ ഫോൾഡിങ്, അല്ലെങ്കിൽ 7 ഷേപ്പ് ഫോൾഡിങ് വഴി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് അത് ഒന്ന്, അതിൻ്റെ ഒരു ടിപ്പ്, മിക്ക മെൻസ്ട്രൽ കപ്പിനും ഒരു ടിപ്പ് ഉണ്ടാകും. ആ ടിപ്പിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ആ മെൻസ്ട്രൽ കപ്പിൻ്റെ ബേസ് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സക്ഷൻ, ഒരു വാക്യൂം ക്രിയേറ്റ് ആയത് റിലീസാകും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് സ്റ്റെറൈൽ ചെയ്യണം. സ്റ്റെറിലിറ്റിയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ 10 to 15 മിനിറ്റ്സ് ബോയിലിംഗ് വാട്ടറിലിട്ടിട്ട് ബോയിൽ ചെയ്യണം. അതുപോലെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് അത് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ എവറി പീരിയഡ്സും ഇതുപോലെ തന്നെ ബോയിലിംഗ് വാട്ടറിലിട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റണത് ഇതിൻ്റെ ഒപ്പം തന്നെ, നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒപ്പം തന്നെ ഒരു കോട്ടൺ ബാഗ് കിട്ടും. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് സ്റ്റോർ ചെയ്യാം.
പിന്നെ ആ മെൻസ്ട്രൽ കപ്പിൽ ചെറിയ ഒരു എയർ ഹോൾസ് പോലെ കാണാൻ നമുക്ക് നോക്കുമ്പോൾ, ചെറിയൊരു പിൻ പോയിൻറ്റ് ഹോൾസ് പോലെ. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ റണ്ണിങ് വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇൻ ബിറ്റ്വീൻ പീരിയഡ്സ് സ്റ്റോർ ചെയ്യണ മുന്നേലും ക്ലീൻ ചെയ്യുമ്പോൾ മൈൽഡ് സോപ്പ്, സെൻ ഫ്രീ സോപ്പ്, മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എല്ലാവർക്കുമുള്ള ഒരു എസ്പെഷ്യലി യങ് ഗേൾസിന് 18 ഇയേഴ്സ് അൺമാരീഡ് ഗേൾസിനുള്ള ക്വസ്റ്റ്യനാണ്, ഹൈമൻ അതുകൊണ്ട് റപ്ചർ ആകുമോ? അപ്പോൾ അങ്ങനെ ഒരു ഹൈമൻ എന്ന് പറയുന്നത് ഒരു ചാരിത്രത്തിൻ്റെ ഒരു ലക്ഷണം അല്ല. ഹൈമൻ എന്ന് പറയുന്നത് അതൊരു റോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ചാരിത്രത്തിൻ്റെ ലക്ഷണമാണ് ഹൈമൻ എന്ന് പറയുന്നത്. ഹൈമൻ എന്ന് പറയുന്നത് ഒരു ഒരു ഫ്ലിംസി ലെയർ ഓഫ് ടിഷ്യൂ വെജൈനയിൽ സിറ്റുവേറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ ചിലവർക്ക് ഇത് ഇൻസേർട്ട് ചെയ്യണ ടൈമിൽ ഹൈമൻ പോകാം. ഇപ്പോൾ അത് തിക്കാണ്, അത് ഡിപ്പെൻസ് ഓൺ, ചിലവർക്ക് അത് തിന്നായിരിക്കും, ചിലവർക്ക് അത് കുറച്ചും കൂടി തിക്കായിരിക്കും. ആ ടിഷ്യൂ തിക്കായവരിൽ ചിലപ്പോൾ അത് പോയെന്നും വരില്ല. അപ്പോൾ എന്തായാലും പക്ഷേ യു ക്യാൻ കൺസിഡർ യൂസ് ചെയ്തുകൊണ്ട് ദർ ഇസ് നോ യൂസ് ചെയ്യരുതെന്നില്ല. മാരേജ് കഴിഞ്ഞാലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. അഡോൾസൻ്റ് ഏജ് ഗ്രൂപ്പിൽ എബവ് 18 ഇയേഴ്സ് ആയുള്ള കുട്ടികളിലും ഉപയോഗിക്കാം മെൻസ്ട്രൽ കപ്പ്. സോ ഇതൊക്കെയാണ് കുറച്ച് ഫ്യൂ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ by using menstrual cup we can make a greener and a healthier lifestyle for us and everyone around us, and we can make a greener earth. Thank you.